പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗവടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ചിട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതിനാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ മക്കളെ, എന്തിനു നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ 3:23 കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം 92:10 കൂട്ടുവാക്കേണ്ടത്.
എന്താ കാര്യം? വിലാപം എന്താ പറയുന്നത്? ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു. എങ്ങനെയാണ്? അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി, ഇപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ? എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും. ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്നാ ചെയ്യിക്കണത്? കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിക്കാനായിട്ടില്ലേ? ടൈയൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ സ്റ്റാറ്റസൊക്കെ വർദ്ധിച്ചെന്ന് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ല 10-12 രൂപ കൊടുക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് അത്. സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, 11 മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും, ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും അല്ലേ? അപ്പം നമ്മളൊക്കെ അപ്പോൾ വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയല്ല പറയണത്. വെൽ ട്രീറ്റഡ് എന്തിനാണ് വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത്? എന്തിനാണ്? ഇവൻ ചായ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവൻ ചായ കുടിച്ച് പോയ പിന്നെ 1/2 മണിക്കൂർ പോവുകയെ. ഇവന് കൊണ്ടുവന്ന ഈ സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ലല്ല. 30 മിനിറ്റ്സ് 30 മിനിറ്റിന് പകരം 5 മിനിറ്റ് കൊണ്ട് ആ ചപ്പർ കൊടുത്ത് ബാക്കി 25 മിനിറ്റ് കോർപ്പറേറ്റിന് ലാഭമാണ്. പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവന് ബോറടിക്കും. അവനെന്ത് ചെയ്യും? ടേബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സ്റ്റാർ കൊടുക്കും. ശമ്പളം വല്ല 10-50 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും? ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളിലേക്ക് കൊടുക്കും. പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് 7 മാസം കൂടുമ്പോൾ മുറിയല്ല. ഇപ്പം ഞാൻ എൻ്റെ മുറികൾ 7 മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഒരു ചെറിയൊരു ആൾട്രേഷൻസ് വരുത്തും. കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് അവിടെ നിന്നൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലത് റീഅറേഞ്ച് ചെയ്യും. ബോറിൻ്റെ പ്രശ്നമല്ലത്. പക്ഷേ എന്നാലും ശരി, മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരാളെ കാണുമ്പോൾ ബോറടിക്കുക, സ്നേഹം കൊടുത്ത് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല. കാര്യം ഈ ബോറെന്നുള്ള സംഭവം വർദ്ധിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കൊരു മൊണോട്ടണസ്സായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷേ ആധ്യാത്മികതയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ, നീ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ, ആ ജോലിയിലൊക്കെ ഓരോരോ പുതിയ ത്രില്ലുകൾ തന്നുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ടുപോകുന്നത്. നമ്മളത് വായിച്ചതാണല്ലേ, അല്ല ഈ ദിവസം കണ്ടതല്ലേ അത്. അതായത് ഇതിനെ ഈശോ ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യണത്. ശാന്തമായിട്ട് മരുഭൂമിയിലേക്കാണല്ലോ പോണത്. അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുമരണമായിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു, അത് ജോബിൻ്റെ കാറ്റഗറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിലെ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനെ സന്ദർശിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം സിജിമോൾ നെയ്യാറ്റിൻകര, ഞാൻ ശ്രദ്ധിച്ചൊരു സാക്ഷ്യമാണ്. സിജിമോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, അവരുടെ ആങ്ങളെ കല്യാണം കഴിക്കണില്ല, അതാണ് വിഷയം. കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല, വയസ്സിങ്ങനെ കയറി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളികളെ കിട്ടാൻ പാടായിരിക്കത്തില്ലേ.
പക്ഷേ ആ മനുഷ്യന് കല്യാണം കഴിക്കാൻ തോന്നണില്ല. എത്രയോ പേര് സാഹചര്യങ്ങളെല്ലാം കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തോന്നണില്ല. ഇങ്ങനെ വയസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്, കുറേ വയസ്സായി. ഇതാണ് ഇവളുടെ വ്യഥ, സിജിയുടെ വ്യഥ അതാണ്. അത് വ്യഥയെന്ന് പറയും അതിനെ. ബൈബിൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ എന്നല്ല, ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈശോ എടുത്ത ആൾക്കാർ വരണത് എല്ലാ വ്യഥകളും. ഇപ്പോൾ 24 നമ്മുടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:24 ഒന്ന് വായിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. മത്തായി 4:24. അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അടുത്ത് കൊണ്ടുവരപ്പെടുന്നത് മനുഷ്യൻ്റെ എല്ലാ സാഹചര്യങ്ങളുമാണ്. എല്ലാ സാഹചര്യങ്ങളും, രോഗങ്ങൾ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളും. ഇപ്പോൾ വ്യഥകളെന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ വ്യഥകളാകും, ട്രബിളാകും. ഇപ്പം നമ്മുടെ വിസ പ്രോസസ്സിങ് നടക്കണില്ല, അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അത് വ്യഥയാണ്, ശരിക്കും അത് വ്യഥയാണ്. ഈ ദിവസങ്ങളിൽ പൊന്നി എന്നും പറഞ്ഞ് കൊല്ലത്തുനിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് പൊന്നിയുടെ സാക്ഷ്യം. അത് വ്യഥയാണ്, അതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പൊന്നി എന്താ പറയണത്? എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ലാണ്, ഉടമ്പടി എടുത്തിട്ടെന്നേ ഉള്ളൂ. എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി 13 പ്രാവശ്യം 13 അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി. അതാരോ ഏതോ ഒരു യൂട്യൂബിൽ ആരും അപ്ലോഡ് ചെയ്തതാണ്, ഉടമ്പടിയായിട്ട് ബന്ധമില്ല. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവർ കയറി വായിച്ച്, പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ച്. ബൈബിൾ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി, അത് എങ്ങനെ വായിക്കണം എന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ 13 അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു, 13 അധ്യായം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ 13 അധ്യായം വായിക്കും, 13ാമത്തെ അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണം. അത് ഈശോയുമായിട്ടൊരു നമ്മുടെ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടിയാണ്. കാര്യം നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ആവശ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ ബൈബിൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടും എന്ന്. ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൊളോസ്യസ് 3:11 ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറഞ്ഞത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. വായിച്ചോളൂ. 3:11. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ, ഇവിടെ ഗ്രീക്കുകാരനെന്നോ, യഹൂദനെന്നോ, പരിച്ഛേദിതനെന്നോ, അപരിച്ഛേദിതനെന്നോ, അപരിഷ്കൃതനെന്നോ, സിദിയനെന്നോ, അടിമയെന്നോ, സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ സാക്ഷ്യം കിടക്കുന്നത് പൊന്നി ആൻഡ് സോധിയാണ്. രണ്ടുപേരും റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോളിലെ അവർ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫീൽഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് അവിടെ കടങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. സോധിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ്. അമ്മയുടെ കൂടെ താമസിക്കണം, അപ്പനും മരിച്ചുപോയി. ഒരു ആണായിട്ടും തുണയായിട്ടും ആരും ഇല്ല കൂടെ. പല അത് പറയുന്നുണ്ട്, എനിക്ക് ആരും ഇല്ലെന്ന് പറയുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോഴേ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻസ് കണ്ടില്ലേ, അവർക്ക് പറയാനോ. പക്ഷേ അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അത് എടുക്കാത്തോളം കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ, അവർക്ക് പുതിയ കാര്യമല്ലേ. അപ്പോൾ അതേസമയം ഇപ്പോൾ സ്വാധിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം
അവർ പറയണത് ഞങ്ങൾക്ക് അതിനുശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു, ഇപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ആ തീരുമാനം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് കുവൈറ്റ് സ്കൂളിലെ 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വേണേ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡ് ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തു പറഞ്ഞത്? നിങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ 3 ലക്ഷം പേരോടാണ് ഒരു മാസം, ഒരാഴ്ച 3 lakhs ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈശോ അഡ്രസ്സ് ചെയ്യണം. ഇതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ, ആധികളെ, വ്യാധികളെ, വ്യഥകളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കാനായിൽ എന്നതുപോലെ എല്ലാ മക്കൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ 13 ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാതിയും വായിക്കുകയാണ്. ഓരോ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്നറിയത്തില്ല. ഫസ്റ്റ് ടൈം ദേ ആർ ടേക്കിംഗ് ബൈബിൾ, മനസ്സിലാക്കില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യ സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും, കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നല്ലേ ക്രിസ്മസ് മെസ്സേജ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ്? സകല മനുഷ്യർക്ക് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലൂക്കാ 2:30-31. ലൂക്കാ 2:30-31 വായിച്ചോളൂ. എന്തെന്നാൽ, പറഞ്ഞോളൂ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം ശമയോൻ യേശുവിനെ കയ്യിലെടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ള അല്ല ക്രിസ്തു. പിന്നെന്താണ്? സകല മനുഷ്യർക്കും വേണ്ടി കൈയിട്ടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയും സിമ്പിളാണ്. അതായത് ഇപ്പോൾ സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ്? അവർ ഈ മാർക്കറ്റിംഗ് ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല. അവർക്ക് തന്നെ കടങ്ങളുണ്ട്, അത് കൊടുക്കാനും പറ്റണില്ല, കടം വീട്ടാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും പറ്റണില്ല, കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല. ഇതാണ് വ്യഥ എന്ന് പറയണത്. ഇതാണ് വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. രോഗങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്നതാണ്. നമുക്കൊരു ദിവസം 500-600 ഉടമ്പടി നടക്കും. ഇപ്പം ഇതിനകത്ത് ആൾക്കാരെല്ലാം കാണത്തില്ല. കാണുന്ന ആരെയാണ്? മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും. അതിനെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഞാൻ എന്താ എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണേ. എന്താ കാര്യം? അത് അഷുറൻസിലുള്ളതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുണ്ട്. വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ്. അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ്. 1 കൊരിന്ത്യർ 1:20 വായിച്ച് സ്തുതിക്കട്ടെ, 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 ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. സ്തുതിക്കട്ടെ, കൊരിന്ത്യർ 1:20 വായിച്ചോളൂ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതായത് സകല വാഗ്ദാനം, ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ. ഇൻസെൻറ്റീവ് അല്ല, അതൊരു പാക്കേജാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ
ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്താ, നിനക്ക് ജോലി പഠിക്കണത് എന്തിനാണ്? നിനക്ക് ജോലി കിട്ടണത് എന്തിനാണ്? പണം കിട്ടണത് എന്തിനാണ്? വീട് വെക്കണത് എന്തിനാണ്? നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ബേസിക് നീഡ്സ് എല്ലാം മനുഷ്യൻ്റെ, ഇപ്പോൾ ചില പറയല്ലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ്, അത് സുവിശേഷമല്ല, കുരിശിൻ്റെ സുവിശേഷമാണ്, കുരിശ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ. പക്ഷേ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം. സകല മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവവേദ്യമാകുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തുമാത്രം ഇപ്പോൾ അസ്വാധിക്കും അതുപോലെ പൊന്നിക്കും. എത്ര സിമ്പിളാണ്. അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ 13 അധ്യായങ്ങൾ വായിക്കും. 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 13ാമത്തെ ദിവസം എനിക്ക് നീ വിസ തന്നെ. അവളുടെ അവസ്ഥ അതാണ്. എന്താ പ്രശ്നം വെച്ചാൽ പാർട്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്. പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിന് ഒരു ഡോർമൻ ടൈം എടുക്കുമല്ലോ എപ്പോഴും. പക്ഷെ അത്രയും ടൈം ഇല്ല. വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറിപ്പോവും. സ്കൂളിലെ 2 വേക്കൻസിയാണ്, സ്വിപ്പേഴ്സ് വേക്കൻസിയാണ്. പക്ഷേ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കടയുടെ അകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പോൾ പിടിവള്ളി കിട്ടിയിരിക്കുന്നതാണ്. ആ പിടിവള്ളിയെ കൂടി പതുക്കെ കയറുമ്പോഴേ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ഉടമ്പടി അകത്ത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. റോമ 10:8 ഒന്ന് പറഞ്ഞ റോമ 10:8 പറഞ്ഞോളൂ. വചനം നിനക്ക് സമീപസ്ഥമാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഇപ്പൊ ഒന്നിന് പറഞ്ഞേ, ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ് പറഞ്ഞേ. വചനം നിനക്ക് സമീപസ്ഥമാണ്. ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനം എന്നല്ല എൻ്റെ അർത്ഥം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഇതാണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ്. പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത്. പിശാച് ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വഴിയരികിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 13:9 തൊട്ടുള്ള വചനങ്ങൾ. ചില വിത്തുകൾ, അത് 1 തൊട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:4 അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അത് തിന്നു. പക്ഷേ അവന് പകരം ഇന്ന് വചനം വിതക്കുന്നത് ആരാണ്? സഭയല്ലേ വിതക്കുന്നത്? അല്ലേ? സഭയല്ലേ വചനം വിതക്കുന്നത്? അപ്പം സഭ വചനം വിതക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികി വീഴണത്? അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കണത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും. ക്രിസ്തുവിനെ സങ്കീർണമായി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൽ കടന്നില്ല, കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ. ഇത് എല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവം. അതായത് എന്തുമാത്രം ഇതിനെ സങ്കീർണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ്. വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം, സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം, എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം. പക്ഷേ ഇത് സെൻറ്റ് പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തിയ പ്രശ്നമുണ്ട്, പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1ാം കൗണ്ടർ 2ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും. 1ാം കൗണ്ടറിലും 2ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും. കാര്യം പേര് 2ും 2ആണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശ്ചര്യമാണ്. ഉടമ്പടി കാശ്ചര്യം വിളിച്ചുകൊണ്ട് 1ാം കൗണ്ടർ 2ാം കൗണ്ടർ റിജക്റ്റ് ചെയ്ത പാസ്പോർട്ട് അപേക്ഷയുമായിട്ട് 3ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ്. സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3ാം കൗണ്ടറിൽ ചെന്നപ്പോൾ ഈ 2ാം കൗണ്ടറുകാരൻ 3ാം കൗണ്ടർ ഒന്നിച്ചും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഉടനെ ഈ 3ാമത്തെ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യം ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കുകയാണെന്ന്. കൈയിടിച്ച് കർത്താവിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്.
അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷേ പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും. അവൻ്റെ ഫലം 15:16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് എ വിഷയം. അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ? രണ്ട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവേദ്യമാകണം അല്ലേ? അപ്പോൾ അനുഭവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരണത്. അവിടെയാണ് വിഷയം. അത് അനുഭവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ. അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം, അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാൻ ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? വായിച്ചോളൂ. സ്തുതികട്ടെ. ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പം വിശ്വാസത്തിൻ്റെ കൂടെ, ആ വിശ്വാസത്തിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ വിശ്വാസമുണ്ടോ, അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. സ്തുതികട്ടെ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാമത്തെ സങ്കീർത്തനം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2 സ്തുതികട്ടെ. സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും, പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത. അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? എല്ലാ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഈ പുതിയ സൃഷ്ടിയാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. 1 കൊരിന്തോസ് 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ അവരെല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് കർത്താവ്